നമസ്കാരം, ഇത് IBN മലയാളം. ഭക്ഷ്യഭദ്രതാ നിയമവും പോസ്റ്റ് വഴിയുള്ള റേഷൻ വിതരണവും കേരളത്തിൽ ആരംഭിച്ചപ്പോൾ ഒന്നാം പിണറായി സർക്കാർ റേഷൻ വ്യാപാരികൾക്ക് മിനിമം വേതനം 18,000 രൂപ നൽകുമെന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ഈ ഉത്തരവിൽ 8,500 രൂപ സപ്പോർട്ടിംഗ് മണിയായി പ്രഖ്യാപിക്കുകയും വിൽപ്പന കുറയുന്നതനുസരിച്ച് സപ്പോർട്ടിംഗ് മണി കുറയുന്ന രീതിയിൽ വ്യവസ്ഥ വെച്ചു. അതിന് പ്രകാരം 60% താഴെ വിൽപ്പനയുള്ളവർക്ക് 5,100 രൂപ മാത്രമേ സപ്പോർട്ടിംഗ് മണി ലഭിക്കുകയുള്ളൂ. ഏത് കടയിൽ നിന്ന് റേഷൻ വാങ്ങാമെന്ന നിയമം നടപ്പിലായതോടെ 3,500ഓളം വ്യാപാരികൾക്ക് 6,000 രൂപ മുതൽ 15,000 രൂപയിൽ താഴെ വരെ മാത്രമേ ലഭിക്കുന്നുള്ളൂ. കടവാടക, കറണ്ട് ചാർജ്, സെയിൽസ്മാന്റെ ശമ്പളം തുടങ്ങിയ ചെലവുകൾക്ക് ഈ തുക തികയാത്ത സ്ഥിതിയാണ്. ഈ സാഹചര്യത്തിൽ നഷ്ടം സഹിച്ച് റേഷൻ വ്യാപാരം നടത്തിക്കൊണ്ടുപോകാനാവില്ലെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. മോഹനൻപിള്ള ചൂണ്ടിക്കാട്ടി. കൊട്ടാരക്കര താലൂക്കിലെ റേഷൻ വ്യാപാരി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. റേഷൻ വ്യാപാരികളുടെ വേതനം 30,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. താലൂക്ക് പ്രസിഡന്റ് ജയചന്ദ്രൻ കാട്ടപ്പള്ളി അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി A. റഹീം മുതിർന്ന റേഷൻ വ്യാപാരികളെ ആദരിച്ചു. ജില്ലാ പ്രസിഡന്റ് തൃക്കണ്ണമംഗൽ ജോയിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി പറക്കുളം സലാം വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. ജോൺസൺ വേങ്ങൂർ, സാംസൺ ജോർജ്, ജാസിം ചിത്ര, രാജേഷ് നിലമേൽ, മോളി വർഗീസ്, ജോണി ഫിൽഗിരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് IBN മലയാളം.